എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചന ഭാഗങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച്, തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി അവനോട് പറയുകയാണ്, ഗുരു, നിനക്ക് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ യേശു പത്രോസിനോട് പറയുകയാണ്, സാത്താനെ, നീ ദൂരെ പോവുക, കാരണം നിന്റെ ചിന്ത ദൈവികമല്ല, അത് മാനുഷികമാണ് എന്ന്. ഈ ഒരു തിരുവചന ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 5 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ സുവിശേഷം നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നുണ്ട്. അപ്പോഴത് അതിലുള്ള 1-ാമത്തെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചിന്തയായ 2-ാമത്തെ കാര്യമാണ്. ഈ 2-ാമത്തെ ചിന്ത എന്ന് പറയുന്നത് അതിപ്രകാരമാണ്: സഹനങ്ങൾ വേണ്ട വേണ്ട എന്ന് നിരന്തരം സാത്താൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. സഹനങ്ങൾ വേണ്ട വേണ്ട എന്ന് നിരന്തരം സാത്താൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? സുവിശേഷത്തെ പ്രതി ദൈവത്തിന് വേണ്ടി സഹനങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമ്മെ വിശുദ്ധീകരിക്കുന്നു, വിശുദ്ധിയിലേക്ക് നമ്മളെ കടത്തിവിടുന്നു എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം സാത്താനുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തി സഹനങ്ങളിലൂടെ കടന്ന് വിശുദ്ധിയിലേക്ക് എത്തുന്നത് സാത്താൻ ഒരിക്കലും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് സഹനങ്ങൾ വേണ്ട വേണ്ട എന്ന് നിരന്തരം അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിനെ സാത്താൻ തടയുന്നത് ഈ പത്രോസ്ലീഹായിലൂടെയാണ്. പത്രോസ്ലീഹായിലൂടെ സാത്താൻ യേശുവിനെ തടയുകയാണ്. അവനോട് പറയുകയാണ്, നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യേശു പത്രോസ്ലീഹായോട് പറയുന്നത്, സാത്താനെ, നീ ദൂരെ പോവുക എന്ന്. തൻ്റെ ശിഷ്യനായ പത്രോസിനെ സാത്താൻ എന്ന് യേശു വിളിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവനിലൂടെ പ്രവർത്തിക്കുന്ന ആ സാത്താനെയാണ് നീ ദൂരെ പോവുക എന്ന് യേശു. കാരണം സാത്താൻ അറിയാം, ഈ പത്രോസ്ലീഹായിലൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതാണ് ഏറ്റവും ഉചിതമെന്ന്. കാരണം എന്താണ്? താൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ്ലീഹ ഉത്തരം പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. അങ്ങനെ യേശുവിൻ്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ വ്യക്തി. അപ്പോൾ അഭിനന്ദനം ഏറ്റുവാങ്ങിയ വ്യക്തിയിലൂടെ തന്നെ യേശുവിനെ തടയാൻ നോക്കുന്ന സാത്താൻ. ഈ 2 തരത്തിലുള്ള സഹനങ്ങളാണ് ഉള്ളത്. ഒന്ന്, ക്രിസ്തുവിന് വേണ്ടി അല്ലാതെയുള്ള സഹനം. 2-ാമത്തേത് ക്രിസ്തുവിന് വേണ്ടിയുള്ള സഹനം. എന്താണ് ഈ ക്രിസ്തുവിന് വേണ്ടി അല്ലാതെയുള്ള സഹനം? ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തി, മാനുഷികമായിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും ചെയ്ത് അപകടങ്ങളിൽ ചെന്ന് ചാടി ദുഃഖങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം വ്യക്തികൾ. ഇവയൊന്നും സുവിശേഷത്തിന് വേണ്ടിയുള്ള സഹനമല്ല. 2-ാമത്തേത് ദൈവത്തിന് വേണ്ടിയുള്ള സഹനമെന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവം അവരോട് കൂടെ എന്നും ഉണ്ടായിരിക്കും. ആ സഹനം ഒരിക്കലും മാറിപ്പോകുവാൻ നമ്മൾ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. അതിലൂടെ ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധിയിലേക്ക് എത്തിപ്പെടും എന്ന് സുവിശേഷം വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ സഹനങ്ങൾ, സുവിശേഷത്തെ പ്രതി, ദൈവത്തെ പ്രതി ഞാനും നിങ്ങളുമൊക്കെ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ പല വ്യക്തികൾ കടന്നു വരും. സഹനങ്ങൾ വേണ്ട, നീ അവയെ ഉപേക്ഷിക്കുക, നീ എന്തിന് ദൈവത്തിൽ വിശ്വസിക്കുന്നു,
ദൈവത്തിൽ വിശ്വസിച്ചിട്ട് നിനക്ക് ഇത് തന്നെയല്ലേ ഗതി എന്ന് പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിനെയൊക്കെ തള്ളിക്കളയേണ്ടത് ആവശ്യമാണ്. നമ്മൾ അവരോട് പറയണം, സാത്താനെ നീ ദൂരെ പോവുക എന്ന്. കാരണം ഇത് മാനുഷികമായിട്ടുള്ള വെറും കാര്യങ്ങളാണ് നീ പറഞ്ഞു വയ്ക്കുന്നത് എന്ന്. പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകം, ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനായിരുന്ന ജോബ് പരീക്ഷിക്കപ്പെടുകയാണ്. ദൈവത്തെ പ്രതി അവൻ സഹനങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവനെല്ലാം നഷ്ടമായി. അവൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അതിഭയാനകമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചപ്പോൾ അവൻ അതിൽ തന്നെ അവൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. അങ്ങനെ അവൻ വിശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി അവന് നഷ്ടപ്പെട്ടതെല്ലാം അവന് വീണ്ടും തിരിച്ചു കിട്ടുന്നു. ഒരു സുവിശേഷം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇതാണ്. സഹനങ്ങൾ വേണ്ട വേണ്ട എന്ന് സാത്താൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുക, നമുക്ക് ലഭിച്ചിരിക്കുന്ന സഹനം അത് ദൈവത്തെ പ്രതി ഉള്ളതാണ് എങ്കിൽ, സുവിശേഷത്തെ പ്രതി ഉള്ളതാണ് എങ്കിൽ അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് വേണ്ടി സാക്ഷ്യം നൽകുവാൻ തക്കവിധം നമുക്കൊരുങ്ങുവാനുമുള്ള ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കി അതിലൂടെ കടന്നു പോകുവാനുള്ള ഒരു ശക്തിക്ക് വേണ്ടി നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.